എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെറ്റിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസവും വീണ്ടും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ഡയറക്റ്റ് ചോദ്യങ്ങളിലേക്ക് പോവാം. അതേ കഥ പറഞ്ഞിരിക്കണ്ട അല്ലേ. വിച്ച് ഫ്രഞ്ച് റെനൈസൻസ് പോയറ്റ്സ് വേഴ്സ് ഇൻസ്പയർഡ് W.B. Yeats പോയം വെൻ യു ആർ ഓൾഡ്? ഏത് ഫ്രഞ്ച് റെനൈസൻസ് പോയറ്റിന്റെ വരികളിൽ നിന്നാണ് ഈറ്റ്സ് വെൻ യു ആർ ഓൾഡ് എന്ന് പറയുന്ന കവിത എഴുതാൻ ഇൻസ്പയർ ആയത്? പിയറെ ഡി റോസ്നാൽഡ്. റോൺസാൾഡിന്റെ കവിതകളിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നത്. ഓക്കെ, അദ്ദേഹം 1550കളിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് പോയറ്റ് ആയിരുന്നു. ഓക്കെ, സിയാനോ കേസി, സിയാനോ സിസി എന്നും പറയാനുണ്ട്. ജൂണോ ആൻഡ് ദ പീകോക്ക് ഈസ് സെറ്റ് എമംഗ് ദ ടെനമെന്റ്സ് ഓഫ് വിച്ച് സിറ്റി? ഡബ്ലിനിൽ നിന്നാണ് സിനോ കേസിയുടെ ഇത് വരുന്നത്. വർക്കിംഗ് ക്ലാസ് ടെനമെന്റ്സ് ഡ്യൂറിംഗ് ഐറിഷ് സിവിൽ വാറിനെ കുറിച്ചാണ്, 1920കളിൽ നടന്ന ഐറിഷ് സിവിൽ വാറിനെ കുറിച്ചാണ് പറയുന്നത്. ഈറ്റ്സും ഇതുപോലെ ഐറിഷ് സിവിൽ വാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരാളായിരുന്നു ഈറ്റ്സ്. വിച്ച് ടു ഓഫ് ദ നോവൽസ് ആർ ബൈ ഇയാൻ മാക്വൻ? അറ്റോൺമെന്റ്, ദ റേച്ചൽ പേപ്പേഴ്സ്, ദ മാൻ വിത്ത് ടു ലെഫ്റ്റ് ഫീറ്റ്, ദ ചൈൽഡ് ഇൻ ടൈം. അറ്റോൺമെന്റ് ആൻഡ് ചൈൽഡ് ഇൻ ടൈം എന്നുള്ളതാണ് ഇയാൻ മാക്വീവന്റെ രണ്ട് വർക്കുകൾ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി റേച്ചൽ പേപ്പേഴ്സ് എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത് മാർട്ടിൻ എയ്മിസ് ആണ്. അതുപോലെ ദ മാൻ വിത്ത് ടു ലെഫ്റ്റ് ഫീറ്റ് എഴുതിയിരിക്കുന്നത് PG വോർഡ്ഹൗസ് ആണ്. ഇൻ വൂൾസ് ഓർലാൻഡോ, ദ 16-year-old ഓർലാൻഡോ റൈറ്റ്സ് എ പോയം ടൈറ്റിൽഡ് ദ ഓക്ക് ട്രീ. അപ്പോൾ വിർജീനിയ വൂൾഫിന്റെ ഓർലാൻഡോ എന്ന് പറയുന്ന പുസ്തകത്തിൽ 16 വയസ്സുള്ള ഓർലാൻഡോ എന്ന് പറയുന്ന ക്യാരക്ടർ എഴുതിയ പോയത്തിന്റെ പേര് ദ ഓക്ക് ട്രീ എന്നുള്ളതാണ്. അത് ആ നോവലിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജറിയും കൂടിയാണ്. ഓക്കെ, സിമ്പൽ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ളതാണ് അതിനെ പറയുന്നത്. വാട്ട് റോൾ ഡിഡ് പുവർ യോർക്ക് ഹോൾഡ് അറ്റ് ദ ഡാനിഷ് കോർട്ട് ഇൻ ഹാംലെറ്റ്? ഓക്കെ, ദ കിങ്സ് ജസ്റ്റർ. കാരണം ഹാംലെറ്റ് റീകോൾസ് യോറിക് ആസ് എ ഫെല്ലോ ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദ കോർട്ട് ജസ്റ്റർ ഹൂസ് സ്കൾ ഹി കണ്ടംപ്ലേറ്റ്സ് ഇൻ ദ ഗ്രേവ് യാർഡ് സീൻ. അതൊരു ഡയറക്റ്റ് റെഫറൻസിലേക്ക് പോകുന്നുണ്ട്. ഹാംലെറ്റിൽ നിന്നുള്ള, ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. വിച്ച് ഡൺ പോയം contains the conceit comparing parting lovers to the two legs of compass? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻ ആണ്. വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. വിച്ച് ക്ലസ്റ്റർ ഓഫ് ടേംസ് is associated with Julia Kristev's concept of semiotic? ജൂലിയ ക്രിസ്റ്റവ സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഒരു റൈറ്ററാണ്. അവരുടെ കൺസെപ്റ്റ് ഓഫ് സെമിയോട്ടിക്കിൽ എന്താണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേം എന്ന് ചോദിക്കുന്നത്. ക്ലസ്റ്റർ ഓഫ് ടേംസ്, അതായത് സെമിയോട്ടിക് എന്ന് പറയുന്നതിൽ വരുന്ന ടേംസ് ഏതൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ്, സ്ലിപ്പേജ് ആൻഡ് കണ്ടൻസേഷൻ. വിച്ച് റോബർട്ട് ബ്രൗണിംഗ് പോയം കണ്ടെയ്ൻസ് ദ ലൈൻ അവർ ഇൻട്രസ്റ്റ് ഓൺ ദ ഡേഞ്ചറസ് എഡ്ജ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന വരി വന്നിട്ടുള്ളത് ഏതാണ്? ബിഷപ്പ് ബോൾഗ്രാം അപ്പോളജി. അതൊരു ഡ്രമാറ്റിക് പോയമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റേജിങ് എ ഡിബേറ്റ് ഓൺ ഫെയ്ത്ത് ആൻഡ് റിയാലിറ്റി ബിറ്റ്വീൻ ബിഷപ്പ് ബോൾഗ്രാം ആൻഡ് എ ജേർണലിസ്റ്റ്. അപ്പോൾ റോബർട്ട് ബ്രൗണിങ്ങിന്റെ കവിതകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം. വിച്ച് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ? ഫ്രീഡാൻസ് ഫെമിനിൻ മിസ്റ്റിക്, മില്ലറ്റ്സ് സെക്ഷൽ പൊളിറ്റിക്സ്, ജൂഡിത്ത് ബട്ട്ലേഴ്സ് ജെൻഡർ ട്രബിൾ. ഇതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഫെമിനിൻ മിസ്റ്റിക് ആദ്യം വന്നു, സെക്ഷൽ പൊളിറ്റിക്സ് പിന്നീട് വരുന്നു, ജെൻഡർ ട്രബിൾ അതിനുശേഷം വരുന്നു. കാരണം ഫ്രീഡാന്റെ വർക്ക് വരുന്നത് 1963-ലും മില്ലറ്റിന്റെ സെക്ഷൽ പൊളിറ്റിക്സ് വരുന്ന 1970-ലും ബട്ട്ലറിന്റെ 1990-ലാണ് ജെൻഡർ ട്രബിൾ വരുന്നത്. ഇതൊക്കെ ഫെമിനിസ്റ്റ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളാണ്. ഹു കമ്പയർഡ് ദ മൈൻഡ് ഇൻ ക്രിയേഷൻ ടു എ ഫെയ്ഡിങ് കോൾ? PB ഷെല്ലിയാണ് പറയുന്നത്. ഏത് വർക്കിലാണ് ഇത് പറയുന്നത്?
എ ഡിഫൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്ന 1821 വർക്കിലാണ് ഇത് പറയുന്നത്. വിച്ച് ടു ക്വാളിറ്റീസ് ഡസ് ലോഞ്ചൈനസ് അസൈൻ ടു ട്രൂലി ഗ്രേറ്റ് പോയട്രി ഇൻ ഓൺ ദ സബ്ലൈം? ഏതിലാ പറയുന്നത്? അല്ലെങ്കിൽ എന്തായിട്ടാണ് പറയുന്നത്? ലോഞ്ചൈനസ് 5 തരത്തിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സബ്ലിമിറ്റി. The work of an inspired genius employing devices of rhetoric. Longinus roots sublimity in the innate genius of the writer combined with skilled rhetorical tech. In An Apology for Poetry, Sidney argues poetry's didactic power surpasses philosophy and what? ഹിസ്റ്ററിനെ കുറിച്ചും ഫിലോസഫിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പോയട്രി എങ്ങനെ സർപ്പാസ് ചെയ്യുന്നു, മുമ്പിൽ ആണ് എന്ന് പറയുന്നു. എന്തിനെയൊക്കെയാണ് പിന്നിലാക്കുന്നത്? ഹിസ്റ്ററിനെയും ഫിലോസഫിനെയും പിന്നിലാക്കിയിട്ടാണ് പോയട്രി മുന്നിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. വിച്ച് ഫിക്ഷണൽ വെൽഷ് വില്ലേജ് ഈസ് എ സെറ്റിംഗ് ഫോർ ഡൈലാൻ തോമസ് റേഡിയോ പ്ലേ അണ്ടർ മിൽക്ക് വുഡ്? ഓക്കെ, ഏത് വെൽഷ് വില്ലേജ് ആണ് ഫിക്ഷണലിൽ വരുന്നതെന്ന് ചോദിക്കുന്നത്. ഡിലാൻ തോമസിന്റെ അണ്ടർ ദ മിൽക്ക് വുഡ് എന്ന് പറയുന്നതിൽ ലാരഗം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, ഈ വില്ലേജ് നെയിം എന്ന് പറയുന്നത് ഇൻവെന്റഡ് ആണ്. വിച്ച് ടു വർക്ക്സ് ബിലോ ആർ ബൈ ഗുസ്തേവ് ഫ്ലോബർട്ട്? ഫ്ലോബർട്ടിന്റെ വർക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ദ ടെംപ്ടേഷൻ ഓഫ് സെയിന്റ് ആന്റണി ആൻഡ് സെന്റിമെന്റൽ എഡ്യൂക്കേഷൻ. ഈ രണ്ടെണ്ണമാണ് ഗുസ്തേവിന്റെ 2 വർക്കുകളായിട്ട് പറയുന്നത്. ഹു റോട്ട് ദ വിൻസ്ലോ ബോയ്, often paired with scene of Sisi and Singe in so-called? ടെറൻസ് സ്റ്റാറ്റിങ്ങിന്റെ വർക്കുകളാണ് വരുന്നത്. Who authored Black Skin White Mask, a foundational text of post-colonial and psychoanalytic theory? ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രാൻസ് ഫാനന്റെ 1952 വന്ന കോളനൈസേഷനും അതുപോലെ കോളനൈസ്ഡ് ഒബ്ജക്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം പറയുന്നതാണ് ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് എന്ന് പറയുന്നത്. Who authored the classic post-colonial essay, The Muse of History? ഡെറിക് വാൾക്കോട്ട് ആണ് ഇത് എഴുതുന്നത്. എന്തിനു വേണ്ടിയിട്ട് എഴുതുന്നത്? ക്രിട്ടിക്സ് ദ ഒബ്സഷൻ വിത്ത് ഹിസ്റ്റോറിക്കൽ വിക്ടിംഹുഡ് ഇൻ കരീബിയൻ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. അപ്പോൾ ഇവർ തന്നെ സ്വയം പറയുകയാണ്, അയ്യോ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എഴുതുന്നത്, വെള്ളക്കാർ ഞങ്ങളുടെ എല്ലാം നശിപ്പിച്ചു എന്ന് വിക്ടിംഹുഡ് എടുത്ത് പറയുന്നതിനെതിരെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ വാൾക്കോട്ടിന്റെ ദ മ്യൂസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്ക് ഉള്ളത്, എസ്സേ ഉള്ളത്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് ആഫ്രിക്കൻ റൈറ്റേഴ്സ് ഡിഡ് നോട്ട് റിസീവ് നോബൽ പ്രൈസ്? വിച്ച് മീൻസ് ബാക്കിയുള്ളവർക്കെല്ലാം നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്നാണ്. എച്ച്ബേക്കാണ് കിട്ടാഞ്ഞത്. വോൾസോയ്ക്ക് 1986, ഗോഡൈമർക്ക് 1991, കോച്ചിക്ക് 2003 കിട്ടുന്നുണ്ട്. The title Things Fall Apart is drawn from a poem by W.B. Yeats. അല്ലേ, നമ്മൾ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന പോയത്തിലാണ് വരുന്നത്. ഓക്കെ, തിങ്സ് ഫോൾ അപ്പാർട്ട്. The things fall apart, the center cannot hold എന്ന് പറയുന്ന വരി അതിലാണുള്ളത്. In Achebei's Things Fall Apart, which character is killed on the oracle's command? ഇക്മേഫുന എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് ഒറാക്കിൾ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ക്യാരക്ടർ പോലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെളിച്ചപ്പാട് എന്നുള്ള പോലെയുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദീർഘദർശിയായിട്ട് ക്രാന്തദർശിയായിട്ട് പറയുന്ന ഒരാളുടെ ഒരു മോഡലിലാണ് നിൽക്കുന്നത്. ആരാണ് കൊല്ലപ്പെടുന്നത്? അയാളുടെ കമാൻഡ് കാരണം. ഇങ്ങനെയൊക്കെ ആവാം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്, ഇവനെ കൊല്ലണം എന്ന് പറയുമ്പോൾ മരിക്കുന്ന ആളുടെ പേര് ഇക്കമെഫുനയാണ്. ഓക്കെ, which novel centrally deals with the Biafran Nigerian civil war? ഏതാണ്? ഹാഫ് ഓഫ് എ യെല്ലോ സൺ എന്നുള്ളതാണ് ബയാഫ്രിയൻ വാറിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന നോവൽ എന്ന് പറയുന്നത്. അഡീജിയുടെ നോവലാണിത്. 1967 വരെ നടന്ന ബയാഫ്രൻ അല്ലെങ്കിൽ നൈജീരിയൻ സിവിൽ വാറിനെ കുറിച്ചാണ് ഹാഫ് ഓഫ് എ യെല്ലോ സൺ എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻ കോറ്റ്സീസ് ഡിസ്ഗ്രേസ് എന്ന് പറയുന്ന വർക്കിൽ കോറ്റ്സി പറയുമ്പോൾ ഡേവിഡ് ലൂറി ഈസ് കമ്പോസിംഗ് ആൻ ഒപ്പേറ അബൌട്ട് ദ ലൈഫ് ഓഫ് വിച്ച് റൊമാൻറ്റിക് പോയറ്റ്? ബയറിനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പേരയാണ് അതിലത്തെ ക്യാരക്ടറായിട്ടുള്ള ഡേവിഡ് ലൂറി എഴുതുന്നതായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത്, ഡിസ്ഗ്രേസ് എന്ന വർക്കിൽ പറഞ്ഞിട്ടുള്ളത്. തിയോങ്സ് ഷിഫ്റ്റഡ് ഹിസ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഫ്രം ഇംഗ്ലീഷ്
ടു വിച്ച് ആഫ്രിക്കൻ ലാംഗ്വേജ്? ഗിക്കുയു എന്ന് പറയുന്ന ലാംഗ്വേജിലേക്കാണ് ങുങ്ങി വാത്തിയോങ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടിരുന്ന ആൾ നിർത്തിയിട്ട് ഗിക്കുയിലേക്ക് അദ്ദേഹം മാറ്റുന്നു. അല്ല, ആദ്യമായിട്ട് അങ്ങനെയുള്ള ഒരു റൈറ്റിംഗിൽ ആദ്യത്തെ അദ്ദേഹത്തിന്റെ വർക്കാണ് ഡെവിൾ ഓൺ ദ ക്രോസ് എന്ന് പറയുന്നത്. വിച്ച് ജീൻ റൈസ് നോവൽ, എ പ്രീക്വൽ ടു ജെയിൻ എയർ, gives Rochester's first wife a name and Caribbean backstory? വൈറ്റ് സർഗാസോസി എന്നുള്ളതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ. വിച്ച് BS Naipaul novel is set in Africa and carries clear echoes of Joseph Conrad? കോൺറാഡിനെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇടുന്ന ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അടക്കമുള്ളത് ഒരു പ്ലേലിസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മൊബൈലിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ആ പ്ലേലിസ്റ്റിൻ്റെ അതിലൊന്ന് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ മിഞ്ഞാന്നും കുറേ കാലമായിട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ബാക്കിയുള്ള വീഡിയോസും കൂടെ കാണാം. പ്ലേലിസ്റ്റിൽ കുറേ അധികം വീഡിയോസ് ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ബെൻഡ് ഇൻ ദ റിവർ എന്നുള്ളതാണ്. ഓക്കെ, എ ബെൻഡ് ഇൻ ദ റിവർ. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് അച്ചബേസ് നോവൽസ്? ക്രോണോളജിയാണ് ചോദിച്ചിട്ടുള്ളത്. തിങ്സ് ഫോൾ അപ്പാർട്ട്, നോ ലോങ്ങർ എ ടീസ്, ആരോ ഓഫ് ഗോഡ്, എ മാൻ ഓഫ് ദ പീപ്പിൾ. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒരു വ്യത്യാസവും ഇല്ല. തിങ്സ് ഫോൾ അപ്പാർട്ടാണ് ആദ്യം വന്നത്, നോ ലോങ്ങർ അറ്റ് ഈസ് രണ്ടാമത് വരുന്നു, ആരോ ഓഫ് ഗോഡ് മൂന്നാമത് വരുന്നു, എ മാൻ ഓഫ് ദ പീപ്പിൾ നാലാമത് വരുന്നു. ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1958, 60, 64, 66 ഇങ്ങനെയാണ് ഈ 4 വർക്കുകൾ വരുന്നത്. ഓക്കെ. വോൾസോയിങ്ക became the first African Nobel laureate in literature in which year? 1986 became the first black writer അല്ലെങ്കിൽ ആഫ്രിക്കൻ റൈറ്റർ എന്ന് പറയുന്നത് നോവൽ പ്രൈസ് കിട്ടുന്ന ആൾ. Which Adichie novel centers on a girl in a strict Catholic household in Nigeria? പർപ്പിൾ ഹിബിസ്കസ് നല്ലൊരു വർക്കാണ്, രസമുള്ളൊരു വർക്കാണ്. അത് അഡീച്ചിയുടെ ഫസ്റ്റ് ഡിബറ്റ് നോവലായിട്ടാണ് പറയുന്നത്. Which Nobel laureate dismissed negritude, saying a tiger does not proclaim its tigritude? വോൾസോയിങ്കയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ടൈഗർ ഡസ് നോട്ട് പ്രൊക്ലെയിം ഇറ്റ്സ് ടൈഗ്രിറ്റ്യൂഡ്. അതുപോലെ തന്നെ ഐ ഡിസ്മിസ് നെഗ്രിറ്റ്യൂഡ്. ഓക്കെ, നല്ലൊരു വാക്കാണ്. ഹൂസ് നോവൽസ് റീക്രിയേറ്റ് യോറുബ ലൈഫ് ആൻഡ് ഹൂസ് റീക്രിയേറ്റ് ഇഗ്ബോ ലൈഫ് റെസ്പെക്റ്റീവ്ലി? വോൾസോയിങ്കയുടെ വർക്കുകളാണ് യോറുബ ട്രൈബിനെ പറ്റിയിട്ട്, അച്ചബയുടെ വർക്കുകളാണ് ഇഗ്ബോ ട്രൈബിനെ പറ്റിയിട്ട്. ഓക്കെ. Patrick White, Australia's only Nobel laureate in literature, won the prize in which year? 1973. Which of these novels is not written by Patrick White? ഓസ്കാർ ആൻഡ് ലൂസിൻ്റെ ആണ് പാട്രിക് വൈറ്റ് എഴുതാത്തത്. Which Australian poet is noted for a sympathetic treatment of the Aboriginal Australians? ജൂഡിത്ത് റൈറ്റ്. അവരൊരു നല്ല റൈറ്റർ, അതുപോലെ ഫെമിനിസ്റ്റ് ആണ്. അവരുടെ റൈറ്റിങ്ങിലാണ് നമുക്ക് ഈ അബോറിജിനൽ ഓസ്ട്രേലിയൻസിനെ പറ്റിയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. Who wrote Cunard, an early novel centering an Aboriginal protagonist sympathetically? കാത്രീൻ സൂസന്ന പ്രിച്ചാർഡ്. ഇത് വളരെ അധികം ചോദിച്ച് കാണാത്തൊരു ചോദ്യമാണ്. സ്റ്റിൽ നമ്മൾ ആ ഒരു റൈറ്റിംഗ് നിന്ന് എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. പ്രിച്ചാർഡ്സ് കുനാഡോ 1929 ഇത് എഴുതുന്നത്. was among the earliest Australian novel to do this. Who wrote the Aboriginal authored play Barungin, part of a celebrated trilogy? ജാക്ക് ഡേവിസ് ആണ്. അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ റൈറ്റർ ആണ്. ഓക്കെ. Who wrote the memoir My Place, tracing the discovery of her Aboriginal heritage? സാലി മോർഗൻ ആണ് മൈ പ്ലേസ് എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. 1987 ഇത് വരുന്നത്. Who wrote Wild Cat Falling, the first novel published by an Aboriginal Australian author? കോളിൻ ജോൺസൺ ആണ്
വൈൽഡ് കാറ്റ് ഫാളിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് അബോറിജിനൽ ഓസ്ട്രേലിയൻ ഓതറായിട്ടുള്ള ഈ നോവലിൻ്റെ എഴുത്തുകാരനെന്ന് പറയുന്നു. 1965 ഇദ്ദേഹം എഴുതുന്നത്. ഇദ്ദേഹത്തിനെ പിന്നീട് മുഡ്രൂറോ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ഓക്കെ, സോ തൽക്കാലം ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു MCQ സെഷൻ ഞാൻ നിർത്തുകയാണ്. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന ഒരു കൂട്ടുകാരന് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് പഠിക്കുക. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പരീക്ഷയായി. സോ തീർച്ചയായിട്ടും പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുക. സെറ്റ് പ്രാവശ്യം ക്ലിയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് സി യു.